വാർത്തകൾ തുടർന്നു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവോര കച്ചവടം നടത്തി ഉപജീവനം പുലർത്തുന്നവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയൊഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 2014 മൻമോഹൻ സിംഗ് സർക്കാർ പാസാക്കിയ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആക്ട് നിയമം വിസ്മരിച്ചുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അംഗീകരിക്കാനാവില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞു. കുത്തക മുതലാളിമാരായ കച്ചവടക്കാർക്ക് വേണ്ടിയാണ് കോർപ്പറേഷൻ ഭരണസമിതി സത്യപ്രതിജ്ഞ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷന്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുക, നിലവിലുള്ള മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും പുതിയ സർവേ നടത്തി സ്ട്രീറ്റ് വെണ്ടർ കാർഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M പ്രഭാകരൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AT നിഷാദ് സ്വാഗതം പറഞ്ഞു. MV പ്രേമരാജൻ, UK ജലജ, ഷമീർ പള്ളിപ്രം, KC ഉല്ലാസൻ, P ഇസ്മയിൽ, PA ഹരി എന്നിവർ സംസാരിച്ചു. PK രമേശൻ, MA ഖാലിദ്, M ഹരീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലകളിലും കേട്ടുകേഴ്വിയില്ലാത്ത കിരാതമായ ചില ഭരണ കേന്ദ്രത്തിലേക്ക് നയിച്ചത് ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയല്ല, ഇവിടെ രാജകീയ ഭരണം നടത്താനല്ല. AC റൂമിൽ ഇരുന്നു കൊണ്ട്, AC കാറിൽ സഞ്ചരിച്ചുകൊണ്ട് കുത്തക മുതലാളിമാരുടെ കാര്യം മാത്രം നോക്കി ഇവിടെ പ്രവർത്തിക്കാനല്ല. പ്രത്യേകിച്ച് ഈ വഴിയോര തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പയ്യാമ്പലത്ത് നിന്ന് ജയിച്ചു വന്ന ഇന്ന് മേയറായി തീർന്നിരിക്കുന്ന മേയർ എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും അപമാനകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊരു നിയമമാണ് സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഈ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കും ഈ രാജ്യത്ത് ജീവിക്കണം എന്ന ആ ജീവിതം മാർഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പാർലമെന്റിൽ 2016 പാസ്സാക്കിക്കൊണ്ട് നിയമമാക്കിക്കൊണ്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്.